രണ്ടാമത്തെ കാര്യം ബൗണ്ടറി മാനേജ്മെന്റ്. അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ബൗണ്ടറി മാനേജ്മെന്റ്, എല്ലാത്തിനും ബൗണ്ടറി വെക്കുന്നത്. നേരത്തെ ടീച്ചർ പറഞ്ഞു സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകളോളം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പലതിനും സമയം കിട്ടുന്നില്ല. അവിടെ നമ്മളൊരു ബൗണ്ടറി വരയ്ക്കാത്തതുകൊണ്ടാണ്. ഫ്രണ്ട്സിന്റെ കൂടെ വൈകുന്നേരം ഇരുന്ന് സംസാരിക്കണം, വേണം, അതിനൊരു സമയം അതിന് ബൗണ്ടറി വെക്കണം. ഞങ്ങൾ ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങി ചിലപ്പോൾ രാത്രി 10 മണി വരെയൊക്കെ ഇരുന്ന് പറയും. അത് പറ്റൂല, അവിടെ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ടാണ്. കോളേജിൽ കളിക്കാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കോളേജിൽ കളിക്കാനുണ്ട്, ഗ്രൗണ്ടിൽ കളിക്കാനുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ 9 മണി വരെ കളിക്കും, ചിലപ്പോൾ 6 മണി വരെ കളിക്കും. ദർ ഇസ് നോ ബൗണ്ടറി. സോഷ്യൽ മീഡിയ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ദർ ഇസ് നോ ബൗണ്ടറി. ഇതിനെല്ലാത്തിനും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്താൽ നമുക്ക് എന്തിനു സമയം കിട്ടും? വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ജീവിതത്തിനെയും പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ബാലൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഈ ബൗണ്ടറി സെറ്റിങ്ങിൽ അബദ്ധം പറ്റുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സ്ട്രെസ് വരും, വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിട്ട് നടക്കാതെ വരും.